അങ്ങനെ കൃഷ് അഭിനയിച്ച് തകർക്കുകയാണ്. നല്ലൊരു കോമഡി എപ്പിസോഡാണ്. ആ ഒരു എപ്പിസോഡ് മിസ്സാക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നത് കൺമണിയുടെ മൂന്നമ്മായിമാർക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ്. അവർ ആ കലിപ്പ് തീർക്കുന്നതിന് വേണ്ടി ശ്രീനിയുടെ അടുത്ത് പോയിട്ട് അക്കാര്യം അറിയിക്കുകയാണ്. ഞങ്ങളെ അലിയിൽ നിന്ന് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം കൺമണിയാണെന്ന് പറഞ്ഞ് അമ്മായിമാർ കൺമണിയെ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ അമ്മായിമാരോട് അതിൽ ഞങ്ങൾ എന്ത് പഴിച്ചു എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കാരണം ഞങ്ങളാണോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് അമ്മായിമാർ പിന്നെ 4 ദേഷ്യത്തിൽ പിന്നെ ശ്രീനിയോട് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയിൽ തിരിച്ചു കയറണം, അതല്ലെങ്കിൽ ഈ വീട് ഞങ്ങൾക്ക് കിട്ടണം. ഇതും പറഞ്ഞുകൊണ്ട് അമ്മായിമാര് നല്ല ദേഷ്യത്തിൽ അവിടുന്ന് പോവുകയാണ്. എന്നാൽ അമ്മായിമാര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കിളി പോയി നിൽക്കുകയാണ്. ശ്രീനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ. തുറന്ന് കാണിക്കുന്ന മാനസിയാണ്. മാനസ് ഫോൺ എടുത്തിട്ട് വരുണെ വിളിക്കുകയാണ്. തുറന്ന് വരുണോട് പിന്നെ മാനസ, വരുണെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വരുണെ വിളിച്ചത്. ഞാൻ കൺമണിക്ക് ഇന്ന് എന്റെ ഫസ്റ്റ് ഡോസ് കൊടുത്തിരിക്കുകയാണ്. കൺമണിയുടെ 3 അമ്മായിമാരെയും ഞാൻ അലിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ സന്തോഷമാവുകയാണ്. തുടർന്ന് വരുൺ പിന്നെ അമ്മായിമാർക്കെതിരെ മാനസിയോട് സംസാരിക്കുകയാണ്. അവർക്ക് അങ്ങനെ തന്നെ കിട്ടണമെന്ന് പറയുകയാണ്. കാരണം കൺമണിയുടെ 3 അമ്മായിമാരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. രാവിലെ എനിക്കൊപ്പമാണെങ്കിൽ ഉച്ചതിരിയുമ്പോൾ അവര് പിന്നെ കൃഷിനൊപ്പമായിരിക്കും. ഓരോ മണിക്കൂറിലും അവരവരുടെ വാക്കുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അവരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇനി കൺമണിയുടെ കാര്യം കൺമണിയുടെ അമ്മായിമാര് നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് വരുൺ. തുടർന്ന് വരുൺ പിന്നെ മാനസിയോട് കൺമണിയെ കുറിച്ച് ചോദിക്കുകയാണ്. കൃഷി എവിടെയാണെന്ന് വല്ല സൂചന കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ മാനസ പിന്നെ വരുണോട് ഇല്ല, കൃഷി എവിടെയാണെന്ന് എനിക്ക് ഇതുവരെയായിട്ടും ഒരു സൂചന കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ്. ഞാനും കൃഷ്ണ കാത്തിരിക്കുകയാണെന്ന് പറയുകയാണ്. തുടർന്ന് വരുൺ പിന്നെ മാനസിയോട് അല്ലെങ്കിലും ഈ കൃഷി ഒരു സൈക്കോ ആണെന്ന് പറയുകയാണ്. സുന്ദരിയായ മാനസ അവിടെ ഉള്ളപ്പോൾ എന്തിനാണ് കൃഷി മാനസിയെ വേണ്ടാതെ എന്റെ കൺമണിയുടെ പുറകെ നടക്കുന്നത്? അങ്ങനെ മാനസ നല്ല സുന്ദരി എന്നൊക്കെ പറഞ്ഞ് മാനസിയെ സുഖിപ്പിക്കുകയാണ് വരുൺ. തുടർന്ന് മാനസിയോട് വരുൺ ഒരു സഹായം ചോദിക്കുകയാണ്. മാഡം, കൺമണിയെ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കി തരണം. അവൾ അലിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ എനിക്ക് കൺമണിയെ പിന്നെ വലിച്ചു കീറി ഒട്ടിക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് എനിക്ക് കൺമണിയോട് എനിക്ക് എന്റെ പ്രതികാരം ചെയ്യാം, അവളെ ഞാൻ വലിച്ചു കീറി ചവിട്ടി ഓട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് വരുൺ വലിയ പഞ്ച് ഡയലോഗ് അടിച്ചു നിൽക്കുകയാണ്. തുറന്ന് മാനസം പിന്നെ വരുണോട് വരുൺ അതോർത്തൊന്നും വിഷമിക്കേണ്ട, ഞാൻ അധികം വൈകാതെ തന്നെ കൺമണിയെ എന്റെ അലിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുമെന്ന് പറയുകയാണ്. കൃഷ്ണ ഒന്ന് വന്നോട്ടെ, കൃഷ്ണ കൊണ്ട് തന്നെ ഞാൻ കൺമണിയെ അലിയിൽ നിന്ന് പുറത്താക്കുന്ന ആ ലെറ്ററിൽ ഒപ്പിടിക്കും. അതിനുശേഷം കൺമണിക്ക് പകരമായിട്ട് മറ്റൊരു ചീഫ് ഡിസൈനറെ അലിയിൽ വെക്കും. അത് ഞാൻ കൃഷ്ണ കൊണ്ട് തന്നെ വെപ്പിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ കൃഷ്ണനെ കൊണ്ട് തന്നെ കൺമണിയെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുകയാണ് മാനസ. എന്നാൽ അത് കേട്ട് വരുൺ സന്തോഷമാവുകയാണ്. തുടർന്ന് വരുൺ പിന്നെ മാനസിയോട് നമ്മൾ 2 പേരും പാവങ്ങളാണ് മാഡം, അവർ 2 പേരും നമ്മളിങ്ങനെ ദ്രോഹിച്ച് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൺമണിയോട് ചെയ്യുന്ന ഈ പ്രതികാരം മാഡം കൃഷ്ണനോട് ചെയ്യണമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണന്റെ കാർ അങ്ങോട്ടേക്ക് വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. അത് കേട്ട് മാനസിയെ കൃഷി വന്നു എന്ന് പറയുകയാണ്. തുടർന്ന് വരുൺ പിന്നെ മാനസിയോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാഡം കൃഷിനെ വലിച്ചു കീറിയൊട്ടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് മാനസിയുടെ കോൾ വെക്കുകയാണ് വരുൺ. തുടർന്ന് കൃഷി അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എന്നാൽ ഈ സമയത്ത് കടിച്ചു തുള്ളിക്കൊണ്ടാണ് മാനസ നിൽക്കുന്നത്. മാനസിന്റെ ചുണ്ടെല്ലാം കടിച്ചു പിടിച്ച് നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. തുടർന്ന് കൃഷ്ണ കാര്യം മനസ്സിലായിരിക്കുകയാണ്. തുടർന്ന് കൃഷി ദേവ്ജിയുടെ വീട്ടിൽ സംസാരിച്ച കാര്യം പ്രവർത്തിക്കാൻ പോവുകയാണ്. മാനസിക്കും ആന്റിയമ്മയ്ക്കും മുമ്പിൽ അഭിനയിച്ച് തകർക്കാൻ തീരുമാനിക്കുകയാണ്. തുടർന്ന് മാനസ നല്ല ദേഷ്യത്തിൽ കൃഷ് എന്ന് നീട്ടി വിളിക്കുകയാണ്. എന്നാൽ ആ വിളി കേട്ട് കൃഷ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മാനസിയുടെ അടുത്ത് പോയിട്ട് ഹായ് മാനസ, ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. എന്നാൽ കൃഷിന്റെ ആ ഒരൊറ്റ ഡയലോഗിൽ തന്നെ മാനസ വീഴുകയാണ്. തുടർന്ന് മാനസിക്ക് കൃഷ്ണനോടുണ്ടായ ദേഷ്യത്തിന്റെ പകുതി കുറയുകയാണ്. തുടർന്ന് മാനസ പിന്നെ കൃഷ്ണനോട് കൃഷി ഇത് എവിടെയായിരുന്നു, കഴിഞ്ഞ ദിവസം രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ മാനസിയോട് എന്താ മാനസ നീ ഇങ്ങനെയൊക്കെ, ഞാൻ മഹിപാലിന്റെ വീട്ടിലുണ്ടായിരുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, നിനക്ക് എന്താണ് അത് വിശ്വാസമാകാഞ്ഞത്? എന്നാൽ അതെല്ലാം കേട്ട് മാനസികന് ഗൗരവമായിട്ട് നിൽക്കുകയാണ്. ദേഷ്യമില്ല. തുറന്ന കൃഷി പിന്നെ മാനസിയോട് എനിക്കറിയാം ഞാൻ ഓഫീസിൽ വെച്ച മാനസിയോട് വളരെ അപമര്യാദയായിട്ടാണ് പെരുമാറിയത്. അതിന്റെ ഒരു വിഷമത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വന്നപ്പോഴാണ് ആന്റിയമ്മ എന്നെ കുത്തി നോവിച്ച് സംസാരിച്ച്. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആന്റിയമ്മയോട് പിണങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിനിടയ്ക്ക് ആന്റിയമ്മ എന്നെ അടിക്കുക കൂടി ചെയ്തു. അതും മാനസയെ ഞാൻ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നു എന്നാണ് ആന്റിയമ്മ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്കാണ് മാനസ വേദനിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ മാനസയുടെ കൈ പിടിച്ച് സോറി പറയുകയാണ്. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ആന്റിയമ്മ എന്റെ മുഖത്തിട്ട് 2 അടി തന്നത്. അതോടുകൂടി ഞാൻ തകർന്നു പോയി മാനസ. എന്നാൽ അതെല്ലാം കേട്ട് മാനസ ആകെ കിളി പോയ പോലെ നിൽക്കുകയാണ്. തുടർന്ന് കൃഷി വീണ്ടും മാനസിയോട് ഞാൻ മാനസിയെ വേദനിപ്പിച്ചിട്ടുണ്ട്, മാനസിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുമുണ്ട്. നമ്മളൊക്കെ മനുഷ്യരല്ലേ മാനസ, ഈശ്വരന്മാർക്ക് വരെ തെറ്റുപറ്റും, പിന്നെയല്ലേ ഈ പാവം കൃഷിനെ. എന്നാൽ അത് കേട്ട് മാനസ സമ്മതിക്കുകയാണ്. ശരിയാണ്, കൃഷി പറഞ്ഞൊക്കെ ശരിയാണ്. തുടർന്ന് കൃഷിനോട് സംസാരിക്കാൻ മാനസ ഒരുങ്ങുമ്പോൾ കൃഷി മാനസിയെ തടയുകയാണ്. വേണ്ട മാനസ, മാനസിക എന്നോട് ഒന്നും പറയണ്ട, എനിക്കതൊന്നും കേൾക്കണ്ട മാനസ. കൃഷി ഇപ്പോൾ പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയാണ്, പുതിയ തിരിച്ചറിവുകളൊക്കെ ആയിട്ട് പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ്.
പുതിയൊരു മനുഷ്യനായിട്ടാണ് ഞാൻ ഇപ്പോൾ മാനസിക മുമ്പിൽ നിൽക്കുന്നത്. ഇതുവരെ തെറ്റുകൾ ചെയ്ത കൃഷായിരുന്നു, പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെയായിരിക്കില്ല. തെറ്റുകൾ തിരുത്തുന്ന ഒരു കൃഷായിരിക്കും ഇനി അങ്ങോട്ട്. ഇതും പറഞ്ഞുകൊണ്ട് കൃഷ മാനസികയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് എന്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് പാടിക്കൊണ്ട് കൃഷ മുകളിലേക്ക് നടന്നു ചെല്ലുകയാണ്. എന്നാൽ ഈ പാട്ടോടുകൂടി മാനസ ഫ്ലാറ്റ് ആയിരിക്കുകയാണ്. തുടർന്ന് കൃഷ മാനസിയെ നോക്കിക്കൊണ്ടാണ് ആ സ്റ്റെയർ കേസ് പാടിക്കൊണ്ട് കയറുന്ന. തുടർന്ന് മാനസ ഇങ്ങനെ സ്വപ്നം കണ്ടു നിൽക്കുന്നു കണ്ട് കൃഷി പിന്നെ മനസ്സിൽ പറയുന്ന നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മാനസ, നിനക്ക് ഞാൻ നല്ല പണി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുകയാണ്. തുടർന്ന് കൃഷ്ണ കണ്ട് ആന്റിയമ്മ നല്ല ദേഷ്യത്തിൽ കൃഷ്ണനെ വിളിക്കുകയാണ്. തുടർന്ന് കൃഷിന്റെ അടുത്തേക്ക് ആന്റിയമ്മയും ഹേമയ്ക്ക് കൂടി ചെല്ലുകയാണ്. തുടർന്ന് ഹേമ പിന്നെ കൃഷ്ണയോട് എനിക്ക് കൃഷ്ണയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ആന്റിയമ്മ പിന്നെ ഹേമയോട് അയ്യോ ഹേമ നീ പറയണ്ട, നിനക്ക് ചോദിക്കാനുള്ളതൊക്കെ ഞാൻ തന്നെ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് ആന്റിയമ്മ നല്ല ദേഷ്യത്തിൽ പിന്നെ കൃഷ്ണയോട് ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് നീ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോയതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ് അതൊക്കെ ഞാൻ പറയാം ആന്റിയമ്മേ, ഞാൻ സത്യത്തിൽ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നത് മാനസിയെ അടിച്ചതിന് ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോഴത്തെ വിഷമത്തിലാണ് ആന്റിയമ്മ എന്റെ മുഖത്തടിച്ചത്. പക്ഷെ ആന്റിയമ്മ എനിക്ക് എന്റെ അമ്മയുടെ സ്ഥാനത്താണ്, എന്നെ തല്ലാനും കൊല്ലാനുള്ള അവകാശമെല്ലാം ആന്റിയമ്മയ്ക്കുണ്ട്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ആന്റിയമ്മ എന്നെ അടിച്ചപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അപ്രതീക്ഷിതമായ അടി എന്നെ ഒലച്ചു കളഞ്ഞു ആന്റിയമ്മേ, ശാരീരികമായിട്ടല്ല എന്നെ മാനസികമായിട്ട്. ദൈവങ്ങൾ വരെ തെറ്റ് ചെയ്തിട്ടില്ലേ ആന്റിയമ്മേ? അപ്പോഴാണോ ഈ ചെറിയ മനുഷ്യനായ കൃഷ് ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് കൃഷ് വീണ്ടും ഇതേ കാര്യം ഹേമയോട് ചോദിക്കുകയാണ്. ഇല്ലേ ആന്റി, ഈശ്വരന്മാർക്കും തെറ്റ് പറ്റിയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഹേമ തലയാട്ടുകയാണ്. ശരിയാണ് കൃഷ്, ഈശ്വരന്മാർക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്നാൽ കൃഷി പറയുന്നതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാകാതെ കണ്ണും തള്ളി നിൽക്കുകയാണ് ആന്റിയമ്മ. മനുഷ്യർ തെറ്റ് ചെയ്യും, ആ തെറ്റ് തിരുത്തുമ്പോൾ മനുഷ്യർ ദൈവങ്ങളാകും, അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇല്ലേ ആന്റി? എന്നാൽ അത് കേട്ട് ഹേമ തലയാട്ടുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി പിന്നെ മനസ്സിൽ പറയുന്നത് ഈശ്വരനെ അറിയാം അങ്ങനെ ചൊല്ലുണ്ടോ ഇല്ലയെന്ന്. എന്നാൽ ഹേമ തലയാട്ടിയിരിക്കുകയാണ്. തുടർന്ന് ഹേമ പിന്നെ കൃഷ്ണനോട് കൃഷ് എന്റെ മോളെ അടിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ആ കാര്യം എന്റെ ഭർത്താവ് ജയമോഹനെ വിളിച്ചറിയിക്കാൻ ഒരുങ്ങിയതാണ്. അപ്പോഴാണ് ആന്റിയമ്മ അത് തടഞ്ഞത്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ഹേമയോട് അയ്യോ ആന്റി, ആന്റിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ജയമോഹൻ ഞങ്ങളെ വിളിച്ചറിയിച്ചേനെ. എന്തായാലും ആന്റി വലിയൊരാളാണ്, ആന്റി വലിയൊരു മനസ്സിനുടമയാണ്. ഈ വീട് ഒരു യുദ്ധക്കളമാകാതെ ആന്റി വലിയൊരു തിരിച്ചറിവാണ് കാണിച്ചത്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസ വരികയാണ്. കൃഷി അമ്മയോടും ആന്റിയമ്മയോടും പറയുന്നതെല്ലാം കേട്ട് മാനസികന്റെ സന്തോഷിക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വികാരപരിധിയായിട്ടാണ് മാനസ കൃഷിനെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കി നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്ത് കൃഷി പിന്നെ മാനസയെ കേൾപ്പിക്കുന്നതിനും ആന്റിയമ്മയെയും സുഖിപ്പിക്കുന്നതിനും വേണ്ടി പിന്നെ ഹേമയോട് പിന്നെ പറയുന്നത് ആന്റി എനിക്ക് വീണ്ടും നന്നാകാൻ ഒരു അവസരം തന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് തിരിച്ചറിവ് കിട്ടിയ ഒരു രാത്രി കൂടിയായിരുന്നു. ഇന്നലെ എടുത്ത തീരുമാനം ഞാൻ എന്ത് വില കൊടുത്ത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് കൃഷി ഇവരോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഹേമയ്ക്കും മാനസിക ആന്റിയമ്മയ്ക്കും ഒക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ മനസ്സിൽ പറയുന്നത് ഇന്നലെ രാത്രി ഞാൻ കൺമണിക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കും. ഇതും പറഞ്ഞ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കൃഷി ആന്റിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇന്നലെ രാത്രി ഞാൻ പിണങ്ങിപ്പോയതിന് സോറി ആന്റിയമ്മേ. ആന്റിയമ്മ എന്നെ തല്ലല്ലേ ചെയ്തുള്ളൂ, വേറെ വല്ലവരുമായിരുന്നെങ്കിൽ എന്നെ ഇതിനോടകം തന്നെ കൊന്നു കളഞ്ഞേനെ. തുടർന്ന് കൃഷി ഹേമയുടെ അടുത്ത് ചെന്നിട്ട് ആന്റി ഞാൻ മാനസിയെ അറിയാതെ ഒന്ന് തല്ലിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഇതും പറഞ്ഞുകൊണ്ട് കൃഷി ഹേമയ്ക്ക് മുമ്പിൽ കൈകൂപ്പുകയാണ്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോട്ടെ, മാനസനെ തിരിച്ചു തല്ലിക്കോട്ടെ എന്ന് പറയുകയാണ് കൃഷി ഹേമയോട്. എന്നാൽ ഇതെല്ലാം കേട്ടൊരു കള്ളച്ചിരിയുമായിട്ട് നിൽക്കുകയാണ് മാനസ. തുടർന്ന് ഹേമ പിന്നെ കൃഷ്ണനോട് അതൊന്നും വേണ്ട, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ മാത്രം മതി. നിന്നെ കുറിച്ച് വേറെ കുറെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ആദ്യമൊക്കെ ഒരു ചെറിയ വിഷമം തോന്നി, അത്രയേ ഉള്ളൂ. തുടർന്ന് കൃഷി വീണ്ടും ആന്റിയമ്മയുടെ അടുത്ത് ചെന്നിട്ട് ആന്റിയമ്മ ഇന്ന് മുതൽ മാനസ തീരുമാനിക്കും, ഞാൻ മാനസ പറയുന്ന അനുസരിക്കും. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് ആന്റിയമ്മ പിന്നെ കൃഷ്ണനോട് നീ പറഞ്ഞത് വാക്കാണല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ മാനസയുടെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നത് സത്യമാണ് ആന്റിയമ്മേ, മാനസിയാണേ സത്യം, അത് തെറ്റിച്ചാൽ മാനസിയുടെ തല പൊട്ടിത്തെറിക്കട്ടെ. എന്നാൽ അത് കേട്ട് സന്തോഷവതിയായ മാനസ വേഗം തന്നെ കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. തുറന്ന് കൃഷ്ണന്റെ കൈ പിടിച്ച് കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ റൊമാൻറ്റിക്കോട് കൂടി നോക്കി നിൽക്കുകയാണ് കൃഷ് എന്ന് പറഞ്ഞുകൊണ്ട്. തുറന്ന് കൃഷി പിന്നെ മാനസിയോട് എന്തായാലും ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറയുകയാണ്. ഒരു കാര്യം ചെയ്യേ, നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ആന്റിയമ്മ എനിക്ക് നല്ല വിശപ്പുണ്ട്. തുറന്ന് കൃഷി വീണ്ടും മാനസിയോട് മാനസെ എന്റെ ടവൽ അലക്കിയിട്ടിട്ടുണ്ട്, അതൊന്ന് എടുത്തു തരാമോ എന്ന് മാനസിയോട് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസിക സന്തോഷമായിരിക്കുകയാണ്. തുറന്ന് മാനസ ടവൽ എടുക്കുന്നതിന് വേണ്ടി അവിടുന്ന് പോവുകയാണ്. തുറന്ന് കൃഷി ആന്റിയമ്മയോടും ഹേമയോടും ആന്റിയമ്മ എനിക്കിപ്പോൾ ഒരു തിരിച്ചറിവ് കിട്ടിയ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസ കൃഷ്ണ കുളിക്കാനുള്ള ടവലുമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് ഓർക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന പോലെയാണ് ടവലുമായിട്ട് മാനസ വരുന്നത്. മാനസിക കൃഷ്ണിയല്ലാതെ ചുറ്റുമുള്ള ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. തുറന്ന് കൃഷിനെ വിളിക്കുകയാണ് മാനസ. കൃഷ് എന്ന് നീട്ടി വിളിക്കുകയാണ്. തുറന്ന് കൃഷി തിരിഞ്ഞെന്ന മാനസയുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങുകയാണ്. അതിനുശേഷം കൃഷി മാനസിയോട് താങ്ക് യു മാനസ എന്ന് പറയുകയാണ്.
എന്നാലും അപ്പോഴും മാനസ മറ്റേതോ ലോകത്താണ്. കൃഷി തന്റെ കയ്യിൽ നിന്ന് ടൗൽ വാങ്ങി പോയത് പോലും മാനസ അറിഞ്ഞിട്ടില്ല. തുറന്ന് കൃഷി ടൗലുമായിട്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി ഇവരെ നോക്കിക്കൊണ്ട് പിന്നെ മനസ്സിൽ പറയുന്നത്, എന്തായാലും മികച്ച നടനുള്ള അവാർഡ് എനിക്ക് തന്നെയാണ്, ഇനി അഭിനയം കൂടി പോകുമോ എന്നൊരു സംശയം മാത്രമേ ബാക്കിയുള്ളൂ. തുറന്ന് മാനസ ആന്റിയമ്മയുടെ ഹേമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് ഹേമ പിന്നെ മാനസിയോട്, മോളെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് ഇനി വിഷമിക്കാനൊന്നും പോകണ്ട എന്ന് പറയുകയാണ്. ആണുങ്ങളാകുമ്പോൾ കുറച്ച് ദേഷ്യവും പിണക്കമൊക്കെ കാണുമെന്ന് പറയുകയാണ്. നിന്റെ അച്ഛൻ മോശമായിരുന്നോ? എന്നാൽ അത് കേട്ട് മാനസി ആന്റിയമ്മയൊക്കെ ഒന്ന് ചിരിക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ ഇവർ രണ്ടുപേരോടും, കൃഷി എന്തായാലും കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഹേമ പിന്നെ ആന്റിയമ്മയോട്, അയ്യോ ആന്റിയമ്മേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണ എന്ത് ഭക്ഷണമാണ് ഇഷ്ടം? ഇതും പറഞ്ഞുകൊണ്ട് ഹേമ മാനസിയും കൂട്ടിക്കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. കൃഷ്ണ ഇത് എന്താണ് പറ്റിയത്? ഈ കൃഷിന്റെ ഇത് വല്ല നമ്പറാണോ എന്ന് ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയും ദേവ്ജിയുമാണ്. കൺമണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. തുറന്ന് ദേവ്ജിയോട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറയുകയാണ്. തുറന്ന് ദേവ്ജി അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. നീ ഇത്രയും വേഗം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് ദേവ്ജി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. കൺമണി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. തുറന്ന് ദേവ്ജി കൺമണിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. തുറന്ന് ദേവ്ജി കുറച്ച് ഭക്ഷണം കഴിച്ചു നോക്കുകയാണ്. എന്നാൽ ആദ്യത്തോറുള്ള കഴിച്ചപ്പോൾ തന്നെ ദേവ്ജി പിന്നെ നല്ല ഗൗരവത്തിൽ പിന്നെ കൺമണിയോട്, ഇല്ല കൺമണി, ഈ ഭക്ഷണം ഞാൻ ഇനി കഴിക്കില്ല എന്ന് പറയുകയാണ്. ഈ ഭക്ഷണം എനിക്ക് കഴിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് മതിയായി എന്ന് പറയുകയാണ്. നല്ല ഗൗരവത്തിലാണ് ദേവ്ജി എന്ന് പറയുന്നത്. എന്നാൽ അത് കേട്ട് കൺമണി ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ ദേവ്ജിയോട്, അയ്യോ ദേവ്ജി എന്ത് പറ്റിയെന്ന് സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയോട്, ഈ ഭക്ഷണം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും എനിക്ക് ഭക്ഷണം കിട്ടണം, എന്നും ഇതുപോലത്തെ ഭക്ഷണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല കൺമണി, അത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ ഭക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അപ്പോഴാണ് കൺമണിക്ക് ആശ്വാസമാകുന്നത്. തുറന്ന കൺമണിയുടെ കൈപുണ്യത്തെ കുറിച്ച് ഇങ്ങനെ വാനോളം പുകഴ്ത്തുകയാണ് ദേവ്ജി. എന്നാൽ ഈ സമയത്ത് ദേവ്ജിക്ക് ഒരു കോൾ വരികയാണ്. കൃഷാണ് വിളിക്കുന്നത്. തുറന്ന കൃഷി പിന്നെ ദേവ്ജിയോട്, കൺമണി ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കൺമണി കുറെ നേരമായി വിളിക്കുന്നു, കൺമണി ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തുറന്ന് ദേവ്ജി പിന്നെ കൃഷ്ണനോട്, നിന്നെ പോലെയല്ല കൺമണി, കൺമണിക്ക് ഇവിടെ ഒരുപാട് പണികളുണ്ട് എന്ന് പറയുകയാണ്. ദേ കൺമണി എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ദേവ്ജിയോട്, കൺമണിയുടെ കൈപ്പുണ്യം അപാരമാണ്, സൂപ്പറാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ കൃഷ്ണയെ ഒന്ന് കളിയാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, നീ കൺമണിയെ കല്യാണം കഴിച്ചതിന് ശേഷം നീ വീട്ടിൽ വന്ന് നിൽക്കാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൺമണി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാമല്ലോ. തുടർന്ന് ദേവ്ജി പിന്നെ കൃഷിയോട്, എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ കൃഷി പിന്നെ ദേവ്ജിയോട്, എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്റെ അഭിനയം തുടർന്നിരിക്കുകയാണ്, അഭിനയം തുടങ്ങിയിരിക്കുകയാണ്, ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. ആന്റിയമ്മയും മാനസിയും ഹേമയും ആന്റിയെ ഒക്കെ ഞാൻ ഞെട്ടിച്ചിരിക്കുകയാണ്, മിക്കവാറും മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് ഇത്തവണ എനിക്ക് തന്നെയായിരിക്കുമെന്ന് പറയുകയാണ്. കൃഷി എന്റെ അഭിനയം കണ്ടിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല, എനിക്ക് തന്നെ എന്റെ പുറത്തടിച്ച് അഭിനന്ദിക്കണമെന്ന് തോന്നി. എന്നാൽ അത് കേട്ട് ദേവ്ജി ഒന്ന് ചിരിക്കുകയാണ്. തുടർന്ന് കൃഷ്ണ പിന്നെ ദേവ്ജിയോട്, കൺമണിയില്ലെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ദേവ്ജി ഫോൺ കൺമണിക്ക് കൊടുക്കുകയാണ്. തുടർന്ന് കൺമണി കൃഷ്ണയോട് അവിടെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ പിന്നെ കൺമണിയോട്, ഞാനേ മാനസയുടെ മാനസം കവർന്നു എന്ന് പറയുകയാണ്. എന്നാൽ ആ മറുപടി കേട്ട് കൺമണി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് കൺമണി ദേവ്ജിയുടെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്ന് സംസാരിക്കുകയാണ്. സാർ എന്താണ് പറഞ്ഞതെന്ന് നല്ല ഗൗരവത്തിൽ ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട്, മാനസിയെ മാത്രമല്ല ആന്റിയമ്മയും ഹേമ ആന്റിയും എല്ലാം ഇപ്പോൾ എന്റെ ആരാധകരാക്കി മാറ്റിയിരിക്കുകയാണെന്ന് പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. സാർ ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷി പിന്നെ കൺമണിയോട്, എന്റെ കൺമണി, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഞാൻ മാനസിക്ക് മുമ്പിൽ നല്ലൊരു മാനസികയുടെ ഭർത്താവായിട്ട് അഭിനയിച്ച് തകർക്കുകയാണെന്ന് പറയുകയാണ്. ഭാവി ഭർത്താവ് എന്ന റോളിൽ ഞാൻ അഭിനയിച്ച് തകർക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് വീണ്ടും കൺമണിക്ക് സംശയങ്ങൾ വരികയാണ്. കൺമണി പിന്നെ കൃഷ്ണയോട്, അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി വീണ്ടും കൺമണിയോട്, മാനസിക കൂടെ നിർത്താനുള്ള അഭിനയം എന്ന് പറയുകയാണ്. ചില പൊടി വിദ്യകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എന്നാൽ അത് കേട്ട് കൺമണി വീണ്ടും കൃഷ്ണയോട്, അതാണ് ഞാൻ ചോദിച്ചത്, അതെങ്ങനെയാണെന്ന്. തുറന്ന് കൃഷി, ഈ പെണ്ണുങ്ങളെ വശീകരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു തരണോ എന്ന് ചോദിക്കുകയാണ് കൃഷി. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ നല്ല ഗൗരവത്തിൽ, ഈശ്വര, അപ്പോൾ ഇതൊക്കെ അറിയാല്ലേ, പെണ്ണുങ്ങളെ വശീകരിക്കുന്ന മന്ത്രങ്ങളൊക്കെ അറിയാമല്ലേ സാറിന്? അപ്പൊ എന്നെ ഇങ്ങനെയാണല്ലേ സാർ വീഴ്ത്തിയത്, എന്നോട് ഇതൊക്കെ തന്നെയാണല്ലേ സാർ കാണിക്കുന്നത്? തുറന്ന് കൃഷി ഒന്ന് മയപ്പെട്ട്, അയ്യോ കൺമണി, ഞാനൊന്ന് കയറ്റി പറഞ്ഞതാണ്, ഞാനൊന്ന് തള്ളി മറിച്ചതാണ്, അവളൊന്ന് കൂടെ നിർത്താൻ ചെറിയൊരു അഭിനയം, അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുറന്ന് കൺമണി വീണ്ടും കൃഷ്ണനോട്, ഈ അഭിനയം എന്ന് പറയുമ്പോൾ ദേഹത്ത് തൊടേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി, ചില സാഹചര്യങ്ങളിൽ ഇദ്ദേഹത്തെ തൊടേണ്ടി വരും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി, അതൊന്നും പറ്റില്ല, അതൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. തുടർന്ന് കൃഷി വീണ്ടും കൺമണിയോട്, അയ്യോ നമ്മുടെ പ്ലാനൊക്കെ നടക്കണ്ടേ, അച്ഛൻ വരുന്നവരെ അവരെ ഒന്ന് മയപ്പെടുത്തി നിർത്തണ്ടേ, ഇപ്പോൾ തന്നെ മാനസ എനിക്ക് മുമ്പിൽ മയപ്പെട്ട് നിൽക്കുകയാണ്, എന്നോടുള്ള ദേഷ്യമെല്ലാം കുറഞ്ഞിരിക്കുകയാണ്, അവളിപ്പോൾ പഴയതൊക്കെ മറന്നു കൺമണി. എന്നാൽ അത് കേട്ട് കൺമണി, അതൊന്നും വേണ്ട സാർ,
മറന്ന് അവസാനം ക്രിസാർ അവസാനം എന്നെയും മറക്കുമെന്ന് പറയുകയാണ് കൺമണി. തുടർന്ന് കൃഷി കൺമണിയോട്, എന്താ കൺമണി നീ ഇങ്ങനെ, ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, കൺമണിയെ എനിക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടിയല്ലേ എന്ന് പറയുകയാണ്. കൺമണിയെ എനിക്ക് കിട്ടാനുള്ള അവസാന അടവ്, ചില ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇതുപോലത്തെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. തുടർന്ന് കൺമണി തൽക്കാലം ഞാൻ ക്ഷമിച്ചു എന്ന് പറയുകയാണ്. തുടർന്ന് മാനസി ആന്റിയമ്മയും ഹാമിയും ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി ഊണുമേശയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ അമ്മയോട്, എന്നാലും കൃഷി ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഹാമിക്ക് ദേഷ്യം വരികയാണ്. തുടർന്ന് ഹേമ പിന്നെ മാനസിയോട്, അത് ശരി, ഇപ്പോൾ കൃഷി ഒന്ന് നന്നായതായോ എന്നിന്റെ കുറ്റം എന്ന് ചോദിക്കുകയാണ്. ഒരാൾ നന്നായാലും അതിലും സംശയം. തുടർന്ന് ഹേമ പിന്നെ ആന്റിയമ്മയോട്, അല്ല ചേച്ചിയമ്മയ്ക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ്. കൃഷി ശരിക്കും നന്നായോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ പിന്നെ ഹേമയോട്, അതേ ഹേമേ, അവൾ ശരിക്കും യഥാർത്ഥത്തിൽ ആള് മാറിയെന്ന് പറയുകയാണ്. തുടർന്ന് ഹേമ പിന്നെ ആന്റിയമ്മയോട്, ശരിയാണ്, അവന് ചിലപ്പോൾ കുറ്റബോധം തോന്നിക്കാണും, അങ്ങനെയായിരിക്കും കൃഷി മാറിയിട്ടുണ്ടാവുക. എന്നാൽ ഇതെല്ലാം കേട്ട് മാനസ പിന്നെ ഹേമയോട് ആന്റിയമ്മയോട്, അല്ല, ആ വരുൺ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല കൃഷി പ്രതികരിക്കേണ്ടത്. എന്നാൽ അത് കേട്ട് ഹേമയ്ക്ക് ദേഷ്യം വരികയാണ്. നീ കണ്ണി കണ്ടവര് പറയുന്നു കേട്ടിങ്ങനെ നടന്നോ, രണ്ടുപേരെ തമ്മിൽ തെറ്റിക്കാൻ, രണ്ടുപേരെ തമ്മിൽ അടുപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ ഇതുപോലെ കാണും. നീ അവര് പറയുന്നൊന്നും അനുസരിക്കരുത്, കേൾക്കരുത് എന്ന് പറയുകയാണ് ഹേമ മാനസിയോട്. നീ തൽക്കാലം പുറത്തുനിന്നുള്ള ഒരാളുടെ ഉപദേശം കേൾക്കണ്ട, ഈ കൃഷിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നമുക്കത് അപ്പോൾ കാണാം എന്ന് പറഞ്ഞ് മാനസിയെ ഉപദേശിക്കുകയാണ് ഹേമ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.